ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു മേക്കപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു പെർഫെക്റ്റ് ലുക്ക് മേക്കപ്പ് വരുന്നതെന്ന് ഒരു റെഗുലർ ഡേയ്സിലൊക്കെ നമുക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇടാൻ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒരു റെഗുലർ എവ്രി ഡേ മേക്കപ്പ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന ഫൗണ്ടേഷന് എന്തായിരുന്നു പ്രശ്നം എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു റെഡായിട്ട് കാണും ഫേസ് കംപ്ലീറ്റ്. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നിങ്ങനെ കൃത്യമായിട്ട് അറിയുന്ന പോലെയുള്ളൊരു ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി നോക്കണം, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ എൻ്റെ സ്കിന്നിന് വേണ്ടിയിരുന്നത് ആ കൂൾ അണ്ടർടോൺ അല്ലായിരുന്നു. എൻ്റെ സ്കിന്നിന് വേണ്ടിയിരുന്നത് ഒരു വാം യെല്ലോ ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് കറക്റ്റായത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർടോണും നമ്മുടെ ഫൗണ്ടേഷൻ്റെ അണ്ടർടോണും മാച്ച് ചെയ്യണം. ചിലർക്ക് പിങ്ക് അണ്ടർടോൺ ആയിരിക്കും, അപ്പോൾ ആ പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും. പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം ഫൗണ്ടേഷൻ്റെ കളർ സെലക്ട് ചെയ്യാൻ. മേക്കപ്പ് ബാഗിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് വളരെ കുറച്ച് സാധനങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു നല്ല റിസൾട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഫൗണ്ടേഷനാണ് ഞാനിന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് SPF ഉണ്ട്, നമ്മളത് വേറെ ഇടണ്ട, ക്രീമുണ്ട്, മോയ്സ്ചറൈസർ. അപ്പോൾ എല്ലാം ഒരുമിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ട, ഈ ഒരു പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% നമ്മുടെ മേക്കപ്പ് പെർഫെക്റ്റ് ആയിരിക്കും. 95%. അപ്പോൾ ഇന്നൊരു കറക്റ്റ് ഒരു ഷെയ്ഡ് എൻ്റെ സ്കിന്നിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സെഫോറയിൽ പോയത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതാണ് ഏറ്റവും മാച്ചിങ് ആയിട്ട് എൻ്റെ സ്കിന്നിനായിട്ട് കിട്ടിയത്. അതാണ് ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫുൾ കവറേജ് ആണ്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാ അൺഈവൻ ആയിട്ടുള്ള എല്ലാ പിഗ്മെൻറ്റേഷൻ, ലൈൻസ്, റിങ്കിൾസ് എല്ലാം ഇറൈസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു നല്ല പ്രോഡക്റ്റായത്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ കൺസീലർ യൂസ് ചെയ്യാനായിട്ട്. കൺസീലർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ കളറിനേക്കാളും 1 സ്റ്റെപ്പ് കളറ് ബ്രൈറ്റർ ആയിരിക്കണം. ഡാർക്കർ അല്ല, ബ്രൈറ്റർ. അപ്പോൾ ഇത് കണ്ണിനടിയിലും ഈ കണ്ണിൻ്റെ ഈ ചുറ്റിനും ഇത് ഇടുകയാണെങ്കിൽ, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ ഡാർക്ക്നെസ്, അറൗണ്ട് ദി ഐസ് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൺസീലർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ചീക്ക് ബ്ലഷായിട്ട് ഇടാനും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. അത് ഒന്ന് ഈ കളർ, ഇച്ചിരി ഡാർക്കർ കളറ്, ഒന്ന് ഈ ബ്രൈറ്റർ കളറ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡാർക്കർ കളറ്. ഇത് ഐലൈനർ, ഓൾസോ നമ്മുടെ കാജൽ. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് 24/7 എന്നാണ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫുൾ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് സ്മഡ്ജ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ വാട്ടർ ഐസ്, ഇച്ചിങ്, അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ലോങ് ലാസ്റ്റിങ്, ഹോൾ ഡേ നിൽക്കും. ലിപ്പ് ലൈനറും ഞാൻ അവർ റെക്കമെൻഡ് ചെയ്ത ഈ ലിപ്പ് ലൈനർ തന്നെ. എനിക്കൊരു കുറേ ഷോ ചെയ്യുന്നത് പോലെയുള്ള മേക്കപ്പ് എനിക്കിഷ്ടമില്ല. ഒരു നാച്ചുറൽ ലുക്കിലേക്കായിരുന്നു ഞാൻ ഇന്ന് അവരോട് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. അതിനനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്താണ് ഈ ലിപ്പ് ലൈനർ. അത് തന്നെയാണ് ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മസ്കാര എടുക്കുമ്പം വളരെ തിക്കായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലംപ്ഡായിട്ട് വരും ഈ പ്രോഡക്റ്റും. പിന്നെ നമ്മുടെ ലാഷസ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരു കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഏറ്റവും തിന്നായിട്ടുള്ള ബ്രഷ് വേണം യൂസ് ചെയ്യാൻ. മസ്കാര നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 months 3 months കഴിയുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും തിന്നായിട്ടുള്ള ഒരു ബ്രഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ലിപ് ഗ്ലോസ് ആണ്, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാം. ലാസ്റ്റത്തെ ഈ 2 പ്രോഡക്ട്സ്, ഇത് ഈ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനായിട്ട് നമുക്ക് കിട്ടും. കാരണം ചിലപ്പം ഈ കണ്ണിൻ്റെ ഒക്കെ ക്രീസസിൽ ഇങ്ങനെ ഈ ഫൗണ്ടേഷൻ ഇരിക്കുമ്പോൾ അതൊരു കട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ വരും കുറച്ച് നേരം കഴിയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് ഈ പൗഡർ
നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈവൻ ലുക്ക് വരും. പിന്നെ ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ സെറ്റിംഗ് സ്പ്രേ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒന്നും ചെയ്യരുത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാവുള്ളൂ. ഇത് വളരെ ലൈറ്റ് ലുക്കിംഗ്, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല. അപ്പോൾ ഇത് സീൽ ചെയ്യും, നമ്മൾ ചെയ്ത മേക്കപ്പ് കംപ്ലീറ്റ്ലി സീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ സ്പഞ്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈവനായിട്ട് വരില്ല, പലയിടത്തും ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച പോലെയുള്ള ഒരു ലുക്ക് വരും. അതുകൊണ്ട് ഏറ്റവും നല്ല ബ്രഷാണ് ഇത്. പിന്നെ ഇത്. അപ്പോൾ ഈ 2 ബ്രഷുകളുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഈ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലുക്ക് ഇഷ്ടമായോ? താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.